അപ്പോഴല്ലേ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭൂമിയും ആകാശവും ഭയങ്കര ഇഷ്ടത്തിലാണെന്നും ഭൂമിയോട് ഇഷ്ടം കൂടുമ്പോൾ ആകാശം ഭൂമിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഴ പെയ്ക്കണതെന്നും ഒക്കെ. പക്ഷേ ഇതിത്തിരി ഇഷ്ടം വല്ലാതെ കൂടിപ്പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രിയും പകലൊക്കെ മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ പൂത്തലങ്ങി നിന്നിരുന്ന എൻ്റെ മുറ്റാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ആക്കി തന്നിട്ടുണ്ട് നമ്മുടെ മഴ വന്നിട്ട്. ഇനിയിപ്പോൾ പൂക്കളൊന്നും ഉണ്ടായില്ലെങ്കിലും ആർക്കും അപകടമൊന്നും ഉണ്ടാക്കാതെ ഇതുപോലെ തന്നെ അങ്ങോട്ട് നിന്ന് പോയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പിന്നെയുണ്ടല്ലോ, മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ ഒരു മടിയാണ് രാവിലെ എണീക്കാനും, എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനും ഒക്കെ. മുറ്റമൊക്കെ അടിച്ചിട്ട് 2-3 ദിവസമായിട്ട്. അപ്പോൾ മഴ നോക്കി ഇന്ന ശേഷം എൻ്റെ വീട്ടിൽ 2 മക്കൾ ഉണ്ടായതാണ്. അപ്പോൾ അമ്മക്കിളി പോകുന്നത് നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന മക്കളാണ്. അമ്മക്കിളി പോയപ്പോൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ, എൻ്റെ മടി പോലെ തന്നെ മാവും മട്ടി പിടിച്ചിരുന്ന് പോയിട്ടോ. ദോശയ്ക്ക് ആട്ടി വെച്ച മാവുണ്ടല്ലോ, ഒട്ടും പൊങ്ങാതെ ഇരിക്കുന്നു. തണുപ്പ് കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും പൊങ്ങാത്ത മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനതിനെ ഊത്തപ്പാക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മാവ് മാറ്റി വെച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പണിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ വെട്ടി നുറുക്കി ഉണ്ടാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുത്ത്, ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയെടുത്തിട്ട് മാവിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി അത് ഊത്തപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു കട്ടച്ചമ്മന്തി അരയ്ക്കാം എന്നാട്ടോ വിചാരിച്ചത്. കാരണം നല്ല മടിയാണ് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ അടുത്തായിട്ടാണ് എനിക്ക് ഇത്രയും മടി വരാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ എന്നോട് ലോങ് വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മുന്നായിട്ട് ഒന്നുകൂടെ എൻ്റെ മനസ്സ് സെറ്റാവാനുണ്ട്. 1 മാസം മുന്നേ വരെ ഞാൻ ഇതുപോലെ ഒന്നും ആയിരുന്നില്ല. എൻ്റെ മനസ്സും ശരീരവും മൊത്തം എൻ്റെ കയ്യിൽ നിന്നും പോയൊരവസ്ഥയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു 3-3:30 ആകുമ്പോൾ എണീറ്റ് നമ്മുടെ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്നിരുന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വൈകിയേ എണീക്കാറുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തനിയെ ഓരോന്നൊക്കെ പരീക്ഷിച്ച് നോക്കും. ഞാൻ മൊത്തത്തിൽ തകർന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിളക്ക് കത്തിച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറയാലോ, എന്താ പറയുക, ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മഴ മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വേഗം പുറത്തിറങ്ങിയിട്ടുണ്ട് എൻ്റെ ചെടികളെ ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ മക്കൾ മഴയത്ത് കളിച്ച് കഴിഞ്ഞാൽ പനി പിടിക്കുമെന്ന് അമ്മമാർ പേടിച്ച പോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഈ ഹൈബ്രിഡ് ബൊഗിൻവില്ലയൊക്കെ മഴ കൊണ്ടാൽ നാശമായി പോകും. കഴിഞ്ഞ വർഷം തന്നെ 2-3 ചെടികൾ നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തൽക്കാലത്തേക്ക് ഞാനിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയായി അടുക്കിപ്പെറുക്കി വെക്കണം. ഈ കാണുന്ന ചെടികളൊക്കെ ഇങ്ങനെ സുന്ദരിമാരായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ പണിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കും വീണ്ടും മഴ വന്നിട്ട്